എൽ.ഡി.എഫും യു.ഡി.എഫും മാറി മാറി ഭരിച്ച് നാടിനെ നശിപ്പിച്ചുവെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത കേരളം വേണമെന്നും കടത്തിന്റെ കേരളമല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസം സംരക്ഷിക്കണം, അത് ബി.ജെ.പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജമാഅത്തിന്റെ രാഷ്ട്രീയവും എസ്.ഡി.പി.ഐയുടെ രാഷ്ട്രീയവും നമുക്ക് വേണ്ട. അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബി.ജെ.പി സമ്മേളനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും രൂക്ഷമായി വിമർശിച്ചത്. മോദിയെ എത്തിക്കുമെന്ന വാഗ്ദാനം പാലിച്ചു. വരുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഭീകരമായ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അതിന്റെ ഉദാഹരണമാണ്. സ്വർണം കട്ടവർ എങ്ങനെ സോണിയാഗാന്ധിയെ കണ്ടുവെന്നും ദല്ലാൽ എങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. അതേസമയം പ്രധാനമന്ത്രിക്ക് രാജീവ് ചന്ദ്രശേഖർ അയ്യപ്പ വിഗ്രഹം നൽകിയാണ് സ്വീകരിച്ചത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നാണ് സ്വീകരിച്ചത്. SMV സ്കൂൾ മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ റോഡ് ഷോ നടന്നു. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതമെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതിനായി കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം പൂർണ്ണമായി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. എന്റെ സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി വേദിയെ അഭിസംബോധന ചെയ്തത്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.